വെൽക്കം ടു ഇലക്ട്രിക്കൽ എജ്യൂസ് ഓൺ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ അതുപോലെ ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് എത്ര പേരാണ് അപ്ലൈ ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. നമ്മൾക്ക് അറിയുന്നുണ്ട്, നമ്മൾ ഇന്നലെ കേരള പി എസ് സിയിൽ ടൈം ടേബിൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ ഇന്നലെ വരെയുള്ള ഡിസംബർ 31 വരെയുള്ള വിജ്ഞാപനങ്ങളുടെ എക്സാം ഷെഡ്യൂൾ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലും ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സിന്റെ ഏപ്രിൽ മെയ് ജൂൺ എന്ന് പറയുന്ന ഒരു ടൈം സ്പാനിലാണ് ഷെഡ്യൂൾ ചെയ്തേക്കുന്നത് അല്ലെ. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് പറഞ്ഞാൽ ഡിപ്ലോമക്കാർക്കും ബിടെക്കാർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റിയൊരു പോസ്റ്റ് ആയിരുന്നു അല്ലെ. സോറി, ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് എന്നാൽ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ബിടെക് ഇൻ ഇലക്ട്രിക്കലാർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റിയൊരു പോസ്റ്റ് ആയിരുന്നു അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിൽ നമ്പർ ഓഫ് അപ്ലിക്കൻസ് കൂടുതലായിരിക്കും അല്ലെ. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിലേക്ക് പോകാം. ചെറിയൊരു വീഡിയോ ആണ്. നമുക്ക് നമ്പർ ഓഫ് അപ്ലിക്കേഷൻസ് എത്രയാണ് റിസീവ് ചെയ്തേക്ക്, എത്ര പേരാണ് അപ്ലൈ ചെയ്തേക്കുന്ന കാര്യങ്ങളാണ് നമ്മളൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏപ്രിൽ മെയ് ജൂൺ കാലയളവിലാണ് ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഒക്കെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിന്റെ ഒരു ഡീറ്റെയിൽ സ്റ്റഡി എടുക്കാനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം. അപ്പൊ ഇതില് നമ്പർ ഓഫ് അപ്ലിക്കേഷൻസ് റിസീവ്ഡ് ഫോർ ദ കാറ്റഗറി നമ്പർ 418/2023 വെച്ചാൽ ട്രേഡ്സ്മാൻ സർവേ ആണ്. 11,281 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. 419 എന്ന് വെച്ചാൽ കാർപ്പൻട്രി, അന്ന് 8 വേക്കൻസിയാണ് അതിന്റെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 9,724 പേര് എന്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ 420 എന്ന് വെച്ചാൽ ട്രേഡ്സ്മാൻ ഫിറ്റിംഗ് ആണ്. അതിന് 17 വേക്കൻസിയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ 14,451 പേര് എന്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. 421 വെച്ചാൽ ടൂ വീലർ ത്രീ വീലർ മെയിൻ്റനൻസ് ആണ്. 3,142 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. 422 എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ആണ്. അതിന് 6,331 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു വേക്കൻസി വിധേ ഉള്ളൂ അല്ലേ. പിന്നെ അടുത്ത് 423/2023 1,775 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് മോൾഡിംഗ് ആൻഡ് ഫൗണ്ടറി എന്നുള്ളതാണ്. അതിൽ 2 വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. ഇനി 424/2023 എന്ന് വെച്ച് കഴിഞ്ഞാൽ മോൾഡിംഗ് പ്രിന്റിംഗ്, സോറി, 423 പ്രിന്റിംഗ് ടെക്നോളജി ആണ്. 424 മോൾഡിംഗ് ഓർ ഫൗണ്ടറി, അതിന് 2 വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് 3,639 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇനി 425/2023 വെച്ചാൽ ഷീറ്റ് മെറ്റൽ ആണ്. അതിന് 7 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 10,060 പേര് അതിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി 426/2023 കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണ്. 14 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വെറും 6,800 പേര് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഇനിയാണ് 427/2023. 427/2023 ആണ് നമ്മുടെ ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ്. ഓക്കെ, ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സിനോ 20 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് 16,305 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. 16,305 പേര് അതിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മളെ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ വെച്ചാൽ 428/2023 ആണല്ലേ. അതിലേക്ക് 24 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 18,577 പേര് അതിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ 429 എന്ന് വെച്ചാൽ ഇൻഫർമേഷൻ ടെക്നോളജി ആണ്. അതിൽ 3 വേക്കൻസിയാണ്. 5,322 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. 430 എന്ന് വെച്ചാൽ പ്ലംബിംഗ് ആണ്. 11 വേക്കൻസി ഉള്ളത്. 7,982 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിലിപ്പം 28 വേക്കൻസിയുള്ള ഇലക്ട്രിക്കലിലേക്ക് 18,577 പേരാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. 18,577, അതാണ് 428/2023 ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ. ഇനിയിപ്പം ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് ആണെങ്കിലോ 427/2023 16,305 പേര്. അപ്പോ നമ്മൾക്ക് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കലുകാർക്കും ബിടെക്കാർക്കും ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതല്ലേ. പക്ഷെ അതില് കോമ്പറ്റീഷൻ കുറവാണ്. 16,000 സംതിങ്ങേ ഉള്ളൂ. ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൽ തന്നെയാണ് കൂടുതലായിട്ട് ഇവർ അപ്ലൈ ചെയ്തിരിക്കുന്നത്. 18,577 പേര് ഈ ഒരു കാറ്റഗറി നമ്പർ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ചെറിയൊരു വീഡിയോ ആണ്. അപ്പോ ഈ ഒരു കണ്ടന്റ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. അതായത് നിങ്ങൾക്ക് കോമ്പറ്റീഷൻ അറിഞ്ഞിട്ട് വേണം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിക്കാൻ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ചെറിയൊരു വീഡിയോ നമ്മൾ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ഈ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.